മാർത്തോമാ ഭാരതഭൂവിനു റൂഹ നൽകിയ ദാനം കടലും താണ്ടിയണഞ്ഞു മാർത്തോമാ മാമല തിങ്ങും മാമുനിമാരുടെ നാട്ടിൽ അരുമ ശിഷ്യനായ മാർത്തോമാ ഭാരതഭൂവിനു റൂഹ നൽകിയ ദാനം കടലും താണ്ടിയണഞ്ഞു മാർത്തോമാ മാമല തിങ്ങും മാമുനിമാരുടെ നാട്ടിൽ അസതോമ സദ്ഗമയ പാടുന്നൊരു പ്രിയനാട്ടിൽ അലിവേറും തിരുവചനം പകരാനായി വന്നവനെ അസതോമ സദ്ഗമയ പാടുന്നൊരു പ്രിയനാട്ടിൽ അലിവേറും തിരുവചനം പകരാനായി വന്നവനെ അരുമ ശിഷ്യനായ മാർത്തോമാ ഭാരതഭൂവിനു റൂഹ നൽകിയ ദാനം കാൽനടയായി മലനാട്ടിൽ കാൽവരി സ്നേഹം തൂകി നീ പ്രിയമോടെ തിരുനാമം ഞങ്ങളും ഓർക്കുന്നു കാൽനടയായി മലനാട്ടിൽ കാൽവരി സ്നേഹം തൂകി നീ പ്രിയമോടെ തിരുനാമം ഞങ്ങളും ഓർക്കുന്നു മാർത്തോമാ സ്ലീഹ നിന്റെ മാർഗമൊരഭിമാനം മാർത്തോമാ സ്ലീഹ നിന്റെ മാർഗമൊരഭിമാനം വിശ്വാസിക്ക് ഹൃദയതലത്തിൽ നീ അഭിമാനം തിരുമാറി വിരചേരും സുറിയാനി പൈതൃകം വിരവോടെ നറുമഞ്ഞിൽ നാം ആഘോഷിക്കുന്നു തിരുമാറി വിരൽ ചേരും സുറിയാനി പൈതൃകം വിരവോടെ നറുമഞ്ഞിൽ നാം ആഘോഷിക്കുന്നു അരുമ ശിഷ്യനായ മാർത്തോമാ ഭാരതഭൂവിനു റൂഹ നൽകിയ ദാനം തിരുനാളിന്റെ മംഗളങ്ങൾ. ദുക്രാന എന്ന വാക്കിന് ഓർമ്മ എന്നാണ് അർത്ഥം. അതെ, എന്റെ കർത്താവേ, എന്റെ ദൈവമേ എന്ന് പറഞ്ഞ് തന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ച വിശുദ്ധ തോമാസ് ലീഹ AD 72 മൈലാപ്പൂരിൽ വെച്ച് ശത്രുക്കളുടെ ശൂലമുനയാൽ രക്തസാക്ഷിത്വം വെച്ചതിന്റെ ഓർമ്മയായാണ് ജൂലൈ 3 നാം ദുക്രാന തിരുനാളായി ആചരിക്കുന്നത്. യേശുവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ശിഷ്യന്മാർ സുവിശേഷ പ്രഘോഷണത്തിനായി വിദൂരങ്ങളിലേക്ക് യാത്രയായി. ഈ ദൗത്യവുമായി AD 52 വിശുദ്ധ തോമാസ് ലീഹ കേരളത്തിലെ കൊടുങ്ങല്ലൂരിലെത്തി. കേരളത്തിലെ പല സ്ഥലങ്ങളിലും ക്രിസ്തുവിന്റെ സുവിശേഷം പ്രഘോഷിക്കുകയും അനേകരെ മാനസാന്തരത്തിലേക്ക് നയിക്കുകയും നിരണം, കൊല്ലം, നിലയ്ക്കൽ, കോക്കമംഗലം, കോട്ടക്കാവ്, കൊടുങ്ങല്ലൂർ, പാലയൂർ എന്നീ 7 പള്ളികളും തിരുവിതാംകോടെന്ന അരപ്പള്ളിയും സ്ഥാപിക്കുകയും ചെയ്തു. 20 വർഷത്തോളം കേരളത്തിൽ പ്രേക്ഷിത പ്രവർത്തനം നടത്തുകയും ക്രിസ്തീയ സഭാ സമൂഹത്തിന് അടിത്തറയിടുകയും ചെയ്ത ആ പുണ്യാത്മാവിന്റെ രക്തസാക്ഷിത്വത്തിന്റെ ഓർമ്മയാചരിക്കുന്ന നമുക്കും അതേ വിശ്വാസ തീക്ഷ്ണതയിൽ വളർന്നു വരുവാനുള്ള അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. COVID-19 എന്ന മഹാമാരി നേരിട്ടുകൊണ്ടിരിക്കുന്ന മലീമസമായ ഈ കാലഘട്ടത്തിൽ ഈശ്വര ചൈതന്യത്തിന്റെ നേർവഴിയിലേക്ക് നമ്മെ നയിക്കുവാൻ വിശുദ്ധ തോമാസ് ലീഹായുടെ മാധ്യസ്ഥം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ജയ് ക്രൈസ്റ്റ്.
തെളിവു കണ്ടു. മാർത്തോമാ നീ തെളിച്ച മാർഗത്തിലായിരങ്ങൾ ആനന്ദ ശാന്തി കണ്ടു. ഭാരതം കതിരു കണ്ടു. ഭൂമുഖം തെളിവു കണ്ടു. മാർത്തോമാ നീ തെളിച്ച മാർഗത്തിലായിരങ്ങൾ ആനന്ദ ശാന്തി കണ്ടു. ഭാരതം കതിരു കണ്ടു. ധൈര്യം പാതഞ്ഞു നിന്ന ജീവിതം ഗുരുവിൻ മനം കവർന്ന ജീവിതം. ധൈര്യം പാതഞ്ഞു നിന്ന ജീവിതം ഗുരുവിൻ മനം കവർന്ന ജീവിതം. പരസേവനം പകർന്ന ജീവിതം. സുവിശേഷ ദീപ്തിയാർന്ന ജീവിതം. ഭാരതം കതിരു കണ്ടു. ഭൂമുഖം തെളിവു കണ്ടു. മാർത്തോമാ നീ തെളിച്ച മാർഗത്തിലായിരങ്ങൾ ആനന്ദ ശാന്തി കണ്ടു. ഭാരതം കതിരു കണ്ടു. ഇരുളിൽ പ്രകാശമായി വിടർന്നു നീ. മരുവിൽ തടാകമായി വിരിഞ്ഞു നീ. ഇരുളിൽ പ്രകാശമായി വിടർന്നു നീ. മരുവിൽ തടാകമായി വിരിഞ്ഞു നീ. സുരലോക പാദനരനു കാട്ടുവാൻ ഒരു ദൈവദൂതനായി അണഞ്ഞു നീ. ഭാരതം കതിരു കണ്ടു. ഭൂമുഖം തെളിവു കണ്ടു. മാർത്തോമാ നീ തെളിച്ച മാർഗത്തിലായിരങ്ങൾ ആനന്ദ ശാന്തി കണ്ടു. ഭാരതം കതിരു കണ്ടു. ഭൂമുഖം തെളിവു കണ്ടു. മാർത്തോമാ നീ തെളിച്ച മാർഗത്തിലായിരങ്ങൾ ആനന്ദ ശാന്തി കണ്ടു. ഭാരതം കതിരു കണ്ടു. പ്രിയ സഹോദരി സഹോദരന്മാരെ, ജൂലൈ 3-ാം തീയതി എല്ലാ വർഷവും നാം സെൻറ് തോമസ് ഡേ ആയിട്ട് ആചരിക്കുകയാണല്ലോ. നമുക്കറിയാവുന്ന പോലെ ക്രിസ്തുവിൻ്റെ 12 ശിഷ്യന്മാരിൽ ഒരുവനായ തോമസ് AD 52 സുവിശേഷ ദൗത്യത്തിനായി ഇന്ത്യയിലേക്ക് അയക്കപ്പെടുകയായിരുന്നു. അദ്ദേഹം AD 52 നവംബർ മാസം 21-ാം തീയതി ഇന്ത്യയിൽ എത്തിപ്പെടുകയും കൊടുങ്ങല്ലൂരിൽ കപ്പലിറങ്ങിയെന്നാണ് നാം വിശ്വസിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം ഇന്ത്യയിലുടനീളം സഞ്ചരിച്ച് ധാരാളം കച്ചവടക്കാരെയും യൂതന്മാരെയും ഹിന്ദുക്കളായ ധാരാളം സഹോദരി സഹോദരന്മാരെയും ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുകയുണ്ടായി.
അതുപോലെ തന്നെ ധാരാളം ദേവാലയങ്ങൾ കേരളത്തിലും കേരളത്തിന് പുറത്തും നിർമ്മിക്കുകയും സുവിശേഷം പ്രചരണം നല്ല രീതിയിൽ നടത്തുന്നതുമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. അദ്ദേഹം സ്ഥാപിച്ച പള്ളികൾ 7 പള്ളികൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം ഇന്ത്യയിൽ മാത്രമല്ല തൻ്റെ സുവിശേഷ ദൗത്യം നടത്തിയത്. പലസ്തീൻ, പേർഷ്യ, ചൈന മുതലായ രാജ്യങ്ങളിലും അദ്ദേഹം സഞ്ചരിക്കുകയും സുവിശേഷം പ്രചരിപ്പിക്കുകയും ചെയ്യപ്പെടുകയുണ്ടായി. തോമസ് ലീയെ നാം സാധാരണയായിട്ട് പല പേരുകളിൽ കാണപ്പെടുന്നുണ്ട്. ഇന്ത്യയുടെ അപ്പസ്തോലൻ, സംശയാലുവായ തോമസ്, യൂദ് തോമസ് എന്നീ പേരുകളൊക്കെ അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. അതിൽ ഒരു പക്ഷേങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത് ഡൗട്ടിംഗ് തോമസ് എന്ന പേരിനെയായിരിക്കും. കാരണം അദ്ദേഹം തൻ്റെ ഉയർപ്പിന് ശേഷം യേശു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ തോമസ് അവരോടൊപ്പം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇക്കാര്യം പിന്നീട് തോമാസിലിയെ മറ്റ് ശിഷ്യന്മാർ അറിയിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ യേശുവിനെ നേരിൽ കാണുകയും അദ്ദേഹത്തിൻ്റെ മുറിവുകളിൻ്റെ കൈവിരൽ ഇടുകയും ചെയ്താൽ മാത്രമേ അദ്ദേഹം ഉയർത്തെഴുന്നേറ്റു എന്ന് ഞാൻ വിശ്വസിക്കുകയുള്ളൂ എന്നാണ്. പിന്നീട് ഒരിക്കൽ തോമസും മറ്റ് ശിഷ്യന്മാരോടുകൂടെ ആയിരിക്കെ യേശു പ്രത്യക്ഷപ്പെടുകയും തോമസിനോട്, തോമസേ, നീ എൻ്റെ അടുത്ത് വന്ന് എൻ്റെ മുറിവുകളിൽ കൈകൾ ഇടുകയും വിശ്വസിക്കുകയും ചെയ്യുക എന്ന് ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞ 2 വാക്കുകൾ, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന ആ വാക്കുകൾ അദ്ദേഹത്തിൻ്റെ ക്രിസ്തുവിലുള്ള ആഴത്തിലുള്ള വിശ്വാസം വിളിച്ചറിയിക്കുന്നതായിരുന്നു. അതേപോലെ തന്നെ ഇന്ത്യയിലേക്ക് അയക്കപ്പെടുമ്പോഴും അദ്ദേഹം സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. തികച്ചും അപരിഷ്കൃതരായ സമൂഹമുള്ള ഒരു പ്രദേശത്തേക്ക് സുവിശേഷ വേല സാധ്യമാകുമോ എന്ന് അദ്ദേഹം ക്രിസ്തുവിനോട് ചോദിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ ക്രിസ്തു അദ്ദേഹത്തിനോട് പറഞ്ഞ വാക്കുകൾ ഇതാണ്, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്നാണ്. ആ വാക്കുകൾ വിശ്വസിച്ചാണ് അദ്ദേഹം ഭാരതത്തിലേക്ക് തൻ്റെ യാത്ര തിരിക്കുന്നത്. അതുപോലെ അദ്ദേഹത്തിൻ്റെ ആഴത്തിലുള്ള വിശ്വാസം കാണിക്കുന്ന മറ്റൊരു ഭാഗവും സുവിശേഷത്തിൽ നിന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഒരിക്കൽ യേശു യൂദായിലേക്ക് പുറപ്പെടുന്ന സമയത്ത് മറ്റ് ശിഷ്യന്മാർ യേശുവിനെ വിലക്കുന്നുണ്ട്, അങ്ങോട്ട് പോകേണ്ട എന്ന് പറഞ്ഞു. കാരണം ഒരിക്കൽ യൂദായിൽ വെച്ച് ജനക്കൂട്ടം അദ്ദേഹത്തെ കല്ലെറിയപ്പെടുന്ന ഒരു സംഭവം ബൈബിളിലൂടെ പോകുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. ആ സമയത്ത് തോമാശ്ലീഹ ശിഷ്യന്മാരോട് പറയുന്ന ഒരു വാചകമുണ്ട് ബൈബിളിൽ, നമുക്കും അവനോടൊപ്പം പോയി മരിക്കാമെന്ന്. അതും അദ്ദേഹത്തിൻ്റെ ക്രിസ്തു വിശ്വാസത്തെ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആഴത്തിലുള്ള ക്രിസ്തു വിശ്വാസത്തെ സൂചിപ്പിക്കുന്നതാണ്. AD 52 ഇന്ത്യയിൽ എത്തിച്ചേർന്ന തോമാശ്ലീഹ AD 72 മരണപ്പെടുന്നത്. അതും ഇന്ത്യയിൽ വെച്ച് തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മൃതശരീരം പിന്നീട് മെസൊപ്പൊട്ടോമിയയിലേക്ക് കൊണ്ടുപോവുകയാണ് ഉണ്ടായത്. അതൊരു ജൂലൈ 3-ാം തീയതി ആയിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ 3-ാം തീയതി ജൂലൈ 3 സെൻറ് തോമസ് ദിനമായിട്ട് ആചരിക്കുന്നത്. അദ്ദേഹം ഏൽപ്പിച്ച ആ ദൗത്യം നല്ല രീതിയിൽ നമ്മുടെ ജീവിത കാലഘട്ടത്തിൽ പൂർത്തിയാക്കുവാനുള്ള അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന്
സർവശക്തനായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കേവർക്കും സെൻറ് തോമസ് ദിനത്തിൻ്റെ എല്ലാവിധ നല്ല ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. Saint Thomas, also called the Didymus, was one of the 12 apostles of Jesus Christ. He was privileged to have a rich faith experience and a personal encounter at the feet of the risen Lord when he exclaimed the immortal profession of faith, "My Lord and my God." There is a very strong tradition that soon after the resurrection of Jesus Christ, he came from Jerusalem to South India. He set foot on the shores of Kerala at Kodungallur in 52 AD. He baptized several people and found 7 churches in the following places: Kodungallur, Palayur, Parur, Kokkamangalam, Niranam, Nilakkal and Koilan. He preached, wrought miracles, and labored for more than 10 years in these 7 places. He made people embrace Christianity. After his labors in Malabar region, he went to Mylapore in Tamil Nadu along the Coromandel coast. Even here, he was doing the same, teaching, preaching, and drawing a large number of the oppressed and suppressed into his fold. His conversion activities incensed the orthodox, and enemies from their rank vowed to finish him. He had therefore hidden himself at a cave in Little Mount. The enemies did not leave him. They followed him for a period of time with vengeance. At last, one day in 72 AD, he was chased and was martyred at a place now known as St. Thomas Mount. Later, he was buried at Santham Church. The National Shrine of St. Thomas Basilica, situated near Marina Beach, is of historical importance. This comes under the Archdiocese Madras Mylapore. The National Shrine of St. Thomas Basilica is one of the 3 in the world built over the tomb of an apostle of Christ. The others are St. Peter's Basilica, Rome, and tomb of St. James, Spain.